ഞങ്ങളുടെ നേതാക്കളുടെ പേരിൽ ആരോടും നയിക്കാൻ പാടില്ല. ഞങ്ങളുടെ സത്യസന്ധരായ നേതാക്കൾ മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ്, അല്ലാഹുവിലേക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു 74ഓളം വയസ്സ് ഉസ്താദിന് പ്രായമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ ആയുസ്സിനേക്കാളപ്പുറം ഞങ്ങളുടെ പറഞ്ഞാലും തിരക്കേടില്ല, അവിടത്തേക്ക് ആയുസ് വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് തരണം റഹ്മാനെ. ഞാൻ പറയട്ടെ, ഉസ്താദ് അവറുകളെ പറ്റി ഇനി പറയാൻ വല്ലതും ബാക്കിയുണ്ടോ? പക്ഷേ ഉസ്താദ് അവറുകളുടെ നെഞ്ഞൂക്ക് ചെറുതല്ല. ഇവിടെ ഒരു മനുഷ്യരെ കാണാതെയായിപ്പോയി. അങ്ങനെ പല കുന്നുകളും തെരഞ്ഞു, അങ്ങനെ പല JCBകളും വന്നു. ഞാൻ പറയട്ടെ, അന്നും ഈ സ്റ്റേജിൽ പ്രസംഗിച്ചവനാണ് പാവപ്പെട്ട ഞാൻ ഉസ്താദിന്റെ കൂടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അന്നൊക്കെ ഞാൻ കവേലത്ത് തങ്ങളുണ്ടായിരുന്ന നേതൃത്വത്തിന് അല്ലാഹുവേ അവിടുത്തെ ദർജ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഇന്ന് ഞങ്ങൾക്ക് അവിടുത്തെ മക്കൾ ഞങ്ങൾക്ക് വേണ്ട പ്രചോദനവുമായി ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുമ്പോഴുള്ള സന്തോഷം അത് ചെറിയ സന്തോഷമല്ല. ഒന്നുകൂടി ഞാൻ പറയുന്നു, വല്ലവനും തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തവന് തന്നെയാണ് അതിന്റെ നാശം. അല്ലാഹു എല്ലാം അറിയുന്ന അലിയും ഹകീമുമാണ്. വല്ലവനും വല്ല തെറ്റും ചെയ്തിട്ട് ഔ ഇസ്മൻ വല്ല കുറ്റവും ചെയ്തിട്ട് ചെറുതോ വലുതോ ആയ തെറ്റ് ചെയ്തിട്ട് നിരപരാധിയുടെ പേരിൽ അത് വെച്ച് കെട്ടിയാൽ, പൊന്മള ഉസ്താദിന്റെ പേരിൽ വെച്ച് കെട്ടിയാൽ, അൽവി സഹാബിയുടെ പേരിൽ വെച്ച് കെട്ടിയാൽ, പ്രവർത്തകരായ SYSന്റെ പ്രവർത്തകരുടെ പേരിൽ, SSFന്റെ പ്രവർത്തകരുടെ പേരിൽ, SMA പേരിൽ, സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പേരിൽ, അതേ സുന്നി ജമിയത്തുൽ മുഅല്ലിമീന്റെ പേരിൽ, ഞങ്ങളെ നേതാക്കളെ പേരിൽ, അനുയായികളെ പേരിൽ വെച്ച് കെട്ടിയാൽ അവൻ ഏറ്റവും വലിയ കരിനുണയാണ് അവൻ വഹിച്ചിട്ടുള്ളത്, ഏറ്റവും വലിയ തെറ്റാണ് വഹിച്ചിട്ടുള്ളത്. ഓ നബിയേ, അല്ലാഹുവിന്റെ കാരുണ്യവും അവന്റെ ഔദാര്യവും ഇല്ലായിരുന്നുവെങ്കിൽ തങ്ങളെ തന്നെ പിഴപ്പിക്കണമെന്ന് അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ സത്യത്തിന്റെ നേതൃത്വത്തെ പിഴപ്പിക്കാൻ കഴിയൂല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെച്ച് മഹബത്ത് വെച്ച് അവിടുത്തെ ആസാറിനെ ബഹുമാനിക്കുന്ന ജയിലിൽ കിടക്കുമ്പോഴും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി രണ്ട് കൈക്ക് മാമം വെച്ചിട്ട് മാമം പിടിച്ചു മുറുക്കിയ സമയത്ത് പോലും ഹബീബായ നബി തങ്ങളെ പേരിൽ അതെ അവിടുത്തെ മൗലിദും അവിടുത്തെ മൗലിദിന്റെ തെളിവും എഴുതാൻ നേർച്ച ചെയ്ത മഹാനായ കാന്തപുരം ഉസ്താദ്, ആ ഉസ്താദിനെ വഴിയിൽ നിന്ന് തെറ്റിക്കാമെന്നാരും ധരിക്കേണ്ടതില്ല. ഉസ്താദിന്റെ പേരിൽ ആരോപണം പറഞ്ഞ് അതാ ഉസ്താദിനെ ഇരുത്താമെന്നാരും ധരിക്കേണ്ടതില്ല. നിങ്ങളതാ പിഴപ്പിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. നബിയേ, തങ്ങൾക്ക് ഒന്നും സംഭവിക്കൂല നബിയേ, ഒരു പ്രശ്നവും വരൂല നബിയേ. അതുപോലെ ലക്ഷക്കണക്കായ സ്നേഹിക്കുന്ന ശിഷ്യന്മാരും അനുയായികളും ശൈഖുനയോട് പറയുന്നു, അവിടുത്തേക്കൊന്നും സംഭവിക്കൂല. അവിടുത്തേക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ ഒരു നമീമത്തുകാരനും ഉപജാപക സംഘവും കയറി വരാൻ ഞങ്ങൾ അനുവദിക്കുകയുമില്ല. അവിടുത്തേക്ക് വേണ്ട പ്രൊട്ടക്ഷനും വർഗത്തിനും ഷെയറുമുബാറക്കിനും ഞങ്ങളെ സർവ്വസ്ഥാപനങ്ങൾക്കും ഇവിടെ പ്രൊട്ടക്ഷൻ നൽകാൻ SYS എന്നും സന്നദ്ധമാണ്, SSF സന്നദ്ധമാണ്, ഞങ്ങളുടെ സംഘടനകൾ സന്നദ്ധമാണ്. അതിനെ കുത്താനാരും വരേണ്ടതില്ലെന്ന് ഞാൻ വ്യക്തമായി ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർറാഹിമീനായ റബ്ബേ, നിനക്ക് രഹസ്യങ്ങൾ അറിയാം, പരസ്യങ്ങൾ അറിയാം. നിന്റെ മുമ്പിൽ ഞങ്ങളൊന്നും മൂടി വെക്കുന്നില്ല. പക്ഷേ തെറ്റിദ്ധരിച്ചു പോയ ചെറുപ്പക്കാർ, ഇവിടെ നമീമത്ത് പറഞ്ഞവരും കൂട്ടുനിന്നവരും പ്രസംഗമിറക്കിയവരും അവർക്ക് അറിവില്ലാത്തവരാണ്. അല്ലാഹ്, അവർക്കും നീ
നീ ഹിദായത്തിന്റെ വെളിച്ചം നൽകണേ അല്ലാ. അവരെയും നന്നാക്കണേ അല്ലാ. ഞങ്ങളെ തെറ്റിദ്ധരിച്ചവരുണ്ടെങ്കിൽ, ഞങ്ങളെ സംഘടനയോ നേതാക്കളെയോ പ്രവർത്തകരെയോ തെറ്റിദ്ധരിച്ച മുഅ്മിനീങ്ങളുണ്ടെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണയും, ഞങ്ങൾക്കാരെക്കുറിച്ചെങ്കിലും തെറ്റിദ്ധാരണ വന്നെങ്കിൽ ഞങ്ങളെ തെറ്റിദ്ധാരണയും നീ നീക്കി ഖൽബ് നന്നാക്കണേ അല്ലാഹ്. ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അല്ലാഹ ബിഖൽബിൻ സലീം. ക്ലിയറായ മനസ്സുമായി വരുന്നവർക്കല്ലാതെ റബ്ബിന്റെ അടുക്കൽ ഖിയാമത്തിൽ രക്ഷയില്ലെന്ന് നിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാഹ്. ഒരൽപ്പവും കിബിറില്ലാതെ, അസൂയയില്ലാതെ, വൈരാഗ്യമില്ലാതെ, വിദ്വേഷമില്ലാതെ ഹഖ് ഹഖായി മനസ്സിലാക്കി അതിന്റെ നിലനിൽപ്പിന് പ്രവർത്തിക്കാൻ ഖിയാമത്ത് നാൾ വരെ നീ സമൂഹത്തെ ഉണ്ടാക്കണേ അല്ലാഹ്. മരണം വരെ അതിന് പഠിക്കാനും പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കാനും ഞങ്ങൾക്ക് ആരോഗ്യവും ദീർഘായുസ്സും തരണേ അല്ലാഹ്. താജുൽ ഉലമക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. എംഎ ഉസ്താദ് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. എംഎ ഉസ്താദിന്റെ